ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ വീണ. ഇഷ്വിഗോ ക്രോണിക്കിൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്, കോർണിഷെ ബീച്ച്. ഇവിടെ അബുദാബിയിൽ കോർണിഷെ ബീച്ച് ഉണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മുടെ യാത്ര. ഈവനിങ് ആണ്, ഒരു 3:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മെല്ലെ ഇറങ്ങി. കാരണം ഇപ്പം തണുപ്പായതുകൊണ്ട് തന്നെ ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ചെറിയ വെയിലും ചെറിയ തണുപ്പും ചൂടും അങ്ങനത്തെ ഒരു നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പം നമ്മൾ കുട്ടികളെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവർക്ക് അവിടെ എത്തിയപ്പോഴേക്കും അറിയാമല്ലോ, എല്ലാം കണ്ടിട്ട് റോട്ടിലും ആ ഒരു സ്മൈലിൻ്റെ അടുത്ത് കുറച്ച് നേരം കളിച്ചു. പിന്നെ ഇവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ട്, അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഓടി അവിടെ പോയി കുറച്ച് നേരം കണ്ടുകൊണ്ട് നിന്നു. പിന്നെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, ബീച്ചിലേക്ക് കുറച്ച് നടക്കാനുണ്ട് അവിടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന്. അപ്പം നമ്മളിങ്ങനെ റോഡിൻ്റെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുക. നല്ല രസമാണ് കേട്ടോ. ഇവിടെ അബുദാബി എന്ന് പറയുന്നത് നമുക്ക് ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ലൈഫ് അതൊക്കെ ആസ്വദിക്കാൻ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ വൈകുന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ളത്. പകലൊന്നും നമുക്ക് ചൂടായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നല്ല ക്ലൈമറ്റാണ്. ഈവനിങ് നല്ല രസമാണ് പുറത്ത് നടക്കാനൊക്കെ. കണ്ടോ, ഇഷ്മോൾ സ്വന്തം ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പിടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയത്. പിന്നെ ഇടയ്ക്ക് എൻ്റെ കൈക്ക് വേണ്ടി നീട്ടിയിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് സ്വയം പര്യാപ്തരാവട്ടെ എന്ന് വിചാരിച്ച് ഞാനും നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ സ്വന്തമായിട്ട് അത് ഓടിപ്പോകുന്നുണ്ട്. ഗോപേട്ടൻ അങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നതിനോട് താല്പര്യമില്ല. കുറച്ച് പിടിക്കണം എന്നൊക്കെ എന്നോട് പറയും. അവളതാ വേറെ എന്തോ കണ്ടിട്ട് അവളുടെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ട്. അവിടെ ഒരു ഫൗണ്ടൈൻ പോലെ കണ്ടിട്ട് അത് കണ്ടിട്ട് ഓടിയതാണ്. വെള്ളം കണ്ട കുട്ടികൾ അങ്ങനെയാണല്ലോ പണ്ടേ. പിന്നെ നമ്മളിതാ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബീച്ച് കണ്ടുപിടിക്കാൻ. അവിടെ ഒരു സൈൻ ബോർഡ് കണ്ടിട്ടുണ്ട്, ബീച്ചിൻ്റെ സമാധാനം. ഇനി കുറച്ചേ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇത്രയും സ്റ്റെപ്പ് കയറണം. അങ്ങനെ അത് കയറി മുകളിലെത്തി. അങ്ങനെ മുകളിലേക്ക് എത്തി. അവിടെ നോക്കിയപ്പോൾ വീണ്ടും നടക്കാനുള്ള സ്ഥലം. ഇവിടെ എല്ലാം ഇങ്ങനെയാണ് കേട്ടോ. നടന്ന് നമ്മളുടെ ഊപ്പാട് തീരും. ഞങ്ങളാണ് സ്ട്രോളറും എടുത്തിട്ടില്ല. ബീച്ച് ആണല്ലോ, അടുത്താണല്ലോ, മണലൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് സ്ട്രോളറും എടുത്തില്ല. പക്ഷെ അതുകൊണ്ട് പെട്ടു, കുറേ നടക്കാനുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് അത് കണ്ടു. പച്ചക്കടൽ, നീലാകാശം, വെള്ള മണൽ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടു. ഇതാണ് ആ ബീച്ചിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. കുറേ പേര് കളിക്കുന്നുണ്ട്. കുട്ടികളെല്ലാം വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ഥലം തന്നെയാണല്ലോ. പിന്നെ ഞങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വയനാട്ടുകാർക്ക് കടൽ എന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയാണ്, ഒരു ആക്രാന്തമാണ് നമുക്ക്. അപ്പോൾ ഇഷ്മോൾ അവിടെ എത്തിയപ്പോഴേക്കും പക്ഷേ വെള്ളത്തിന് നല്ല തണുപ്പാട്ടോ. അപ്പോൾ അവളിങ്ങനെ ആകെ ഇതായി നിൽക്കുക, ഇറങ്ങണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എനിക്കും അതെ, ഞാനും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വന്നത് കുളിക്കാന്നുള്ള പ്ലാനിൽ. പക്ഷേ ഇറങ്ങിയപ്പോഴും കണ്ടോ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ഭയങ്കര തണുപ്പാണ്. ഒരു 4:30 ഒക്കെ ആയിട്ടേ ഉള്ളൂ ആ സമയത്തേക്ക്. അപ്പോഴേക്കും നമ്മൾ ഈ സൺസെറ്റൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ടൈമിൽ വന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കണ്ടോ, മേഘങ്ങളൊക്കെ കൊണ്ട് ക്ലൗഡ്സ് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സൺസെറ്റൊന്നും കാണാൻ പറ്റിയില്ല. അവർ കളി തുടങ്ങി. അയ്യോ, ഭയങ്കര പണിയായിരുന്നു. കടലിൽ നിന്ന് വെള്ളം എടുത്ത് പുറത്തേക്ക് ഒഴിക്കുന്നു. ഇതിപ്പോഴൊന്നും തീരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ടോ. അവരുടെ ഈ ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബീച്ചിലൊക്കെ വരുന്നത്. അങ്ങനെ അവർ കുറേ നേരം അവിടെ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു, രണ്ടാളും കൂടെ. അവരെന്തായാലും എൻജോയ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ദൈവമേ, ഇനി ഈ പണി എപ്പോഴെങ്കിലും തീരുമോ? വെള്ളം അവിടെ നിന്ന് എടുക്കുന്നു, ഇപ്പുറത്തേക്ക് കൊണ്ടൊഴിക്കുന്നു. രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അതേപോലെ തന്നെ ആ ബീച്ചിൻ്റെ ഉള്ളിൽ കടലിൻ്റെ അവിടെ എല്ലാവരും കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളും കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ ബോളൊക്കെ വെച്ചിട്ട് അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് കടലിൻ്റെ ഉള്ളിൽ. അവിടെ വരെ നമുക്ക് നീന്തി പോയി അവിടെ കളിക്കാനൊക്കെ ഉള്ളൊരു സ്പേസൊക്കെ ഉണ്ട്. പിന്നെ തണുപ്പെന്ന് വെച്ചാൽ മാരക തണുപ്പായിരുന്നു. അതുകൊണ്ട് നമ്മളിറങ്ങിയില്ല. വീണ്ടും അവർ മണ്ണിൽ കളി തന്നെയായിരുന്നു ഫുൾ ടൈം. പിന്നെ കുറച്ച് പേടിയൊക്കെ ആയി, കാരണം നല്ല തണുപ്പാണ്, നല്ല കാറ്റാണ്. കണ്ടോ, അവളുടെ മുടി പറക്കുന്നുണ്ടില്ല, നല്ല കാറ്റാണ്, നല്ല തണുപ്പുള്ള കാറ്റ്. എങ്ങനെയൊക്കെയോ പിടിച്ച് കയറ്റി. പിന്നെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞു. എന്നാലും കളിച്ചു കേട്ടോ, കുറേ നേരം കളിച്ചു അവിടെ. പിന്നെ സൺസെറ്റ് വരെയാണ് അവിടെ ലൈഫ് ഗാർഡ് ഒക്കെ ഉണ്ടാവുക. സൺസെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാം ക്ലോസ് ചെയ്യും. മീൻസ് നമുക്ക് പിന്നെ ബീച്ചിൻ്റെ വെള്ളത്തിലിറങ്ങാനുള്ളൊരു പെർമിഷൻ ഇല്ല. കാരണം ഇത് ഭയങ്കര ക്ലീനാണ്, സേഫായിട്ടുള്ളൊരു ബീച്ചാണ്. അവിടെ ലൈഫ് ഗാർഡൊക്കെ നമുക്ക് എപ്പോഴും കുറച്ചൊക്കെ നമ്മൾ ഉള്ളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവരവിടെ വിസിലൊക്കെ വിളിച്ച് അങ്ങനെയുള്ള ഒരു നല്ല സേഫ്റ്റി ഉള്ള ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് ആ ബീച്ചിൻ്റെ പുറത്തുള്ളൊരു പ്ലേ ഏരിയ ആണ്, കിഡ്സ് പ്ലേ ഏരിയയിലാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ബീച്ച് പറഞ്ഞാൽ നമുക്ക് 3 ഏരിയ ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. പബ്ലിക് ബീച്ചുണ്ട്, ഫാമിലി ബീച്ചുണ്ട്, പിന്നെ അൽ സാഹിൽ ബീച്ച് എന്ന് പറഞ്ഞിട്ട് സിംഗിളും ഗ്രൂപ്പായിട്ടുള്ളവർക്കും പോകാനുള്ള ബീച്ചുണ്ട്. അങ്ങനെ ഒരു 3 ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നല്ല പീസ്ഫുള്ളാണ്, പിന്നെ സേഫാണ്, അതേപോലെ നല്ല ക്ലീനാണ്.
അതുകൊണ്ട് തന്നെ എല്ലാവരും യൂറോപ്യൻസൊക്കെ ഇത് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ബീച്ചാണ് കോർണിഷെ ബീച്ച് എന്ന് പറയുന്നത്. അത് കൂടാതെ നമുക്ക് ഉള്ളിൽ കയാക്കിങ്, അതേപോലെ വോളിബോൾ കോർട്ടുണ്ട്, അങ്ങനെ എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ സൺസെറ്റിനാണ് എല്ലാവരും അത് കാണാൻ വേണ്ടിയിട്ടാണ് അധികം ഇവിടെ പ്രിഫർ ചെയ്യാറ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കഫേ ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ള എൻജോയ്മെൻറ്റ്സും ഉണ്ട്. പിന്നെ കിഡ്സിനാണെങ്കിൽ ഇതേപോലെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. അവിടെ കുറേ നേരം കളിച്ചു. അവിടുന്ന് അവൾക്കൊരു കമ്പനിയും കിട്ടി, ഒരു ചേച്ചീനെയും കൂടെ കിട്ടി. ആ കുട്ടീൻ്റെ കൂടെയായിരുന്നു അവൾ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളും ഒട്ടും കുറച്ചില്ല, ഞങ്ങളും അതിൽ കയറി കുറച്ച്, കാരണം കുറേ നടന്നതല്ലേ, കാലൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും കുറച്ച് നേരം അതിൽ കയറിയിരുന്നു. അങ്ങനെ ഒരു പെർഫെക്റ്റ്, എന്താ പറയുക, ഒരു നല്ലൊരു ഈവനിങ് തന്നെയായിരുന്നു. നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും, നല്ല എന്താ പറയുക, ഫൺ ഫീൽഡ്, അതേപോലെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് തണുപ്പ് കൂടി തുടങ്ങി. അപ്പം നമ്മൾ മെല്ലെ തിരിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലതാ നടന്നു തുടങ്ങി. ഇനി കുറേ നടക്കണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെ വണ്ടിയുണ്ട്, നമുക്ക് അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട് ഫ്രീ ആയിട്ടുള്ളത്. പക്ഷെ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ക്യൂ ഉണ്ട്. അപ്പം പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, തിരിഞ്ഞ് നടന്നു. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്വിക ക്രോണിക്കിൾസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.